ഉച്ചയ്ക്കുള്ള ചോറ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഞാൻ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നൈസ് പേസ്റ്റ് ആക്കിയിട്ട് അരിച്ചെടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്, നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കുക. അതിൽ പച്ചമുളക് കുഞ്ഞിങ്ങനെ അരിഞ്ഞത്, സവാള അരിഞ്ഞത്, മല്ലിച്ചീര അരിഞ്ഞത്, അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടുക, ജീരകം കൂടി ഇടുക, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമേ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വാഴയിലെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം തൂവിയിട്ട് ഈ മാവ് അതിലോട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല ചപ്പാത്തി ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തു. എന്നിട്ട് ഞങ്ങളുടെ ചപ്പാത്തി ചുടുന്ന പോലെ പാനിൽ ഈ ഇലയോട് കൂടെ ഇത് മറിച്ചിടുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഇല ഞങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഈ മാവ് മാത്രം അതിലോട്ട് വെച്ചാൽ മതിയാവും. പിന്നെ കുറച്ച് എണ്ണ കൂടി തൂവിയിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുകയായത്. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇത് ഫ്ലോപ്പായി, എൻ്റെ കീറി വരാൻ തുടങ്ങി. തിരിച്ചിടാൻ പോയപ്പോൾ ഇത് കീറി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത് ഈ ഇലയിൽ തന്നെ ഞാൻ എണ്ണ തൂവിയിട്ടാണ് ചെയ്തത്. അത് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. എണ്ണ തൂവിയിട്ട് ഈ മാവ് ഇതേപോലെ ചപ്പാത്തി പോലെ ആക്കിയിട്ട് വീണ്ടും ഇതിലോട്ടിട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. നല്ല ഷേപ്പിൽ വന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് അച്ചാറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി ഈവനിങ് സ്നാക്ക് അല്ലേ.